Hello everyone, welcome to Kids Area Online. Kids Area Online-ൽ 2024-2025 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. പ്രീ കെ ജി, എൽ കെ ജി, യു കെ ജിയിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾ, ഈ ക്ലാസ്സിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾക്ക് റെഗുലറായി കിഡ്സ് ഏരിയ ഓൺലൈനിൽ ക്ലാസ്സുകൾ നൽകുകയാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും അവിടെ ഇരുന്നു കൊണ്ട് ഓൺലൈനായിട്ട് നിങ്ങളുടെ കുട്ടികളെ പ്രീ കെ ജി, എൽ കെ ജി, യു കെ ജി കോഴ്സ് പങ്കെടുപ്പിക്കാവുന്നതാണ്. ഒരു വർഷത്തെ കോഴ്സാണ്. അതുപോലെ കേരള സ്റ്റേറ്റ് സിലബസിൻ്റെ 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ വിഷയത്തിലും ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. ഓരോ സബ്ജക്റ്റായിട്ടല്ല, എല്ലാ സബ്ജക്റ്റിനും ഒരുമിച്ചാണ്. എല്ലാ വിഷയങ്ങൾക്കും ഓൺലൈൻ ട്യൂഷൻ ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതിയാകും. പ്രീ കെ ജിക്കാണെങ്കിലും എൽ കെ ജി ആണെങ്കിലും യു കെ ജി ആണെങ്കിലും 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള ട്യൂഷൻ ആണെങ്കിലും ഏതാണോ നിങ്ങളുടെ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അപ്പോൾ അയച്ചു തരുന്നതാണ്. 9746487799. അതോടൊപ്പം കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ്, മലയാളം ടെക്സ്റ്റ് ബുക്ക് റീഡിംഗ് ക്ലാസ്സസും ജൂണിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ട്യൂഷനോടൊപ്പമല്ല, ട്യൂഷൻ വേറെ ക്ലാസ്സാണ്, റീഡിംഗ് ക്ലാസ് വേറെയാണ്. ഇംഗ്ലീഷ്, മലയാളം വായിക്കുവാൻ പഠിപ്പിക്കുന്ന ക്ലാസ്, ടെക്സ്റ്റ് ബുക്ക് റീഡിംഗ് ക്ലാസ്സസ് ജൂണിൽ ആരംഭിക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ടും ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. 9746487799. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ലോവർ കേസ് ലെറ്റർ എഴുതുക എന്നുള്ളതാണ്. ലോവർ കേസ് ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? സ്മോൾ ലെറ്റർ. നിങ്ങൾക്ക് സ്മോൾ ലെറ്റർ അറിയാവോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടീച്ചർ കുറച്ച് ലെറ്റേഴ്സ് നൽകും. ആ ലെറ്റേഴ്സിൻ്റെ സ്മോൾ ലെറ്റർ നിങ്ങൾ എഴുതണം. അത്രയേ ഉള്ളൂ. റെഡിയാണോ? ഓക്കെ, റെഡിയാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ലെറ്റർ ടീച്ചർ നൽകുവാണ്, ശ്രദ്ധിച്ചോളൂ. വിച്ച് ലെറ്റർ ഇസ് ദിസ്? ഏത് ലെറ്ററാ? എച്ച്. ഏതാ ലെറ്റർ? എച്ച്. എച്ചിന്റെ സ്മോൾ ലെറ്റർ ഒന്ന് എഴുതിയേ. റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് എച്ച്. എച്ചിന്റെ സ്മോൾ ലെറ്റർ നിങ്ങളൊന്ന് എഴുതിയേ. ശരിയാണോ ടീച്ചർ നോക്കട്ടെ. എച്ചിന്റെ സ്മോൾ ലെറ്റർ എഴുതിയായിരുന്നോ? ഓക്കെ, കറക്റ്റ് ആണോ? യെസ്, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ എ. റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് എ. തെറ്റാതെ എഴുതണം കേട്ടോ. ഫുൾ മാർക്സ് നിങ്ങൾ നേടണം. 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 10 ക്വസ്റ്റ്യനും ഫുൾ മാർക്സ് നിങ്ങൾ സ്വന്തമാക്കണം. റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് എ. എയുടെ സ്മോൾ ലെറ്റർ എഴുതിയേ. സ്മോൾ ലെറ്റർ എ കറക്റ്റ് ആണോ? യെസ്, ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് എൻ. റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് എൻ. എന്നിന്റെ സ്മോൾ ലെറ്റർ എഴുതുക. റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് എൻ. എഴുതിയോ? ഓക്കെ, നോക്കാം ശരിയാണോ നോക്കാം. സ്മോൾ ലെറ്റർ എൻ കറക്റ്റ് ആണോ? ഇതുപോലെ തന്നെയാണോ നിങ്ങൾ എഴുതിയിട്ടുള്ളത്? യെസ്, വെരി ഗുഡ്. നെക്സ്റ്റ് ലെറ്റർ, റൈറ്റ് ദ ലോവർ കേസ് ലെറ്റർ ഓഫ് വിച്ച് ലെറ്റർ ഇസ് ദിസ്? ഏത് ലെറ്ററാ? ജി. ഓക്കെ, വേഗത്തിൽ എഴുതിക്കോളൂ. ജിയുടെ സ്മോൾ ലെറ്റർ എഴുതിയേ. റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് ജി. ജി എന്നതിന്റെ സ്മോൾ ലെറ്റർ എഴുതുക. തെറ്റാതെ എഴുതണം കേട്ടോ. എഴുതിയിരുന്നോ? കറക്റ്റ് ആണോ നോക്കിയാലോ? ജി കറക്റ്റ് ആണോ? യെസ്, വെരി ഗുഡ്. നെക്സ്റ്റ് ലെറ്റർ നൽകട്ടെ. നെക്സ്റ്റ് ലെറ്റർ, റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് ആർ. റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് ആർ. ആർ എന്ന ലെറ്ററിന്റെ സ്മോൾ ലെറ്റർ എഴുതുക. ആർ എന്ന ലെറ്ററിന്റെ സ്മോൾ ലെറ്റർ. റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് ആർ. എഴുതിയോ? കറക്റ്റ് ആണോ നോക്കാം. ആർ കറക്റ്റ് ആണോ? യെസ്, ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ലെറ്റർ, വിച്ച് ലെറ്റർ? ഏതാണ് ഈ ലെറ്റർ? ഡി.
Write the small letter of D. Write the small letter of D. Write the small letter of D. വേഗത്തിൽ എഴുതിക്കോളൂ. Write the small letter of D. എഴുതിയായിരുന്നോ? ഓക്കെ, ഇതാണ് ഡിയുടെ സ്മോൾ ലെറ്റർ. കറക്റ്റ് ആണോ? ഇതുപോലെയാണോ നിങ്ങൾ എഴുതിയിട്ടുള്ളത്? തെറ്റിപ്പോർ വിഷമിക്കേണ്ട കേട്ടോ. നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക? അറ്റൻഡ് ചെയ്യുക. ഫുൾ മാർക്സ് നേടുക കേട്ടോ. നെക്സ്റ്റ് ലെറ്ററിലേക്ക് പോകട്ടെ. നെക്സ്റ്റ് ലെറ്റർ. റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് ഏതായി ലെറ്റർ? എൽ. റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് എൽ. റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് എൽ. എല്ലിന്റെ സ്മോൾ ലെറ്റർ എഴുതിയേ? എഴുതിയോ? വളരെ ഈസി ആണല്ലേ. ദാ ഇത്രയേ ഉള്ളോ. എൽ. എൽ കറക്റ്റ് ആണോ? യെസ്, കറക്റ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ലെറ്റർ എഴുതിക്കോളൂ. റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് സെഡ്. റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് സെഡ്. സെഡിന്റെ സ്മോൾ ലെറ്റർ എഴുതുക. സി എന്ന് പറയാം, സെഡ് എന്ന് പറയാം. റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് സെഡ്. എഴുതിയോ? എങ്ങനെയാണ്? ദാ അതിന്റെ സ്മോൾ ആക്കി എഴുതിയാൽ മതി. ബിഗ് ലെറ്റർ സെഡിനെ സ്മോൾ ആക്കി എഴുതിയാൽ സെഡ്. ഓക്കെ, കറക്റ്റ് ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ലെറ്റർ. റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് ക്യൂ. റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് ക്യൂ. റൈറ്റ് ദ സ്മോൾ ലെറ്റർ ഓഫ് ക്യൂ. ക്യൂവിന്റെ സ്മോൾ ലെറ്റർ എഴുതിയേ? എഴുതിയോ? കറക്റ്റ് ആണോ നോക്കിയാലോ. ആരും തെറ്റിക്കല്ലേ കേട്ടോ. ക്യൂവിന്റെ സ്മോൾ ലെറ്റർ ഓർമ്മിച്ച് എഴുതുക. എഴുതിയോ? ക്യൂ. ഇവിടെ നിങ്ങൾ ചെറുതായിട്ടൊരു ടെയിൽ വാല് പോലെ ഇങ്ങനെ മുകളിലേക്ക് വരച്ചാൽ ശരിയാണ് കേട്ടോ. ക്യൂ. ശരിയാണോ? യെസ്. നെക്സ്റ്റ് ലെറ്റർ. Write the small letter of U. Write the small letter of U. Write the small letter of U. എഴുതിയോ? കറക്റ്റ് ആണോ? ഇത് തന്നെയാണോ നിങ്ങൾ എഴുതിയിട്ടുള്ളത്? യു, സ്മോൾ യു. യെസ്. ഓക്കെ, ടീച്ചർ 10 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 10 ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ എഴുതിയവരൊന്ന് കൈ ഉയർത്തിയേ നോക്കട്ടെ. ഫുൾ മാർക്സ് കിട്ടിയവരൊന്ന് നോക്കട്ടെ. യെസ്, കൺഗ്രാറ്റ്സ്, വെരി ഗുഡ് ചിൽഡ്രൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തെറ്റിപ്പോർ വിഷമിക്കേണ്ട. ടീച്ചർ വീണ്ടും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നൽകാം. നിങ്ങളെല്ലാം കറക്റ്റായിട്ട് എന്താണ് ഉത്തരം എഴുതാനായിട്ട് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററൊക്കെ പഠിച്ചു വെച്ചിരിക്കുക. നമ്പേഴ്സൊക്കെ നല്ലതുപോലെ പഠിക്കുക. ടീച്ചർ ഇനിയും ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ മറക്കേണ്ട കിഡ്സ് ഓൺലൈനിൽ LKG, UKG, pre-KG 1ാം ക്ലാസ് മുതൽ 7 വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ ഇതൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.